ഒരു ഉപയോഗക്രമം കൂടി ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? ഇത്രയും ഉപയോഗിച്ചല്ലേ. ഇതിന്റെ ഉപയോഗക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ചാവി ഓണാക്കുക വണ്ടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ബ്രേക്കുമ്പോൾ ഒന്ന് കാല് ഇത് ദൂരത്തേക്ക് പോകുമ്പോൾ ഈ വണ്ടിയായിട്ട് ഇലക്ട്രിക് വണ്ടിയായിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാറുണ്ടോ? ചാർജിങ്ങിന്റെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ? പിന്നെ ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് അന്ന് 160 റേഞ്ചിൽ മൈലേജ് കിട്ടി, ഇപ്പോഴും അതേ ആ ഒരു ലെവലില് മൈലേജ് കിട്ടുന്നു? സമയത്ത് തന്നെ മഴയായിരുന്നു, മഴയുള്ള സമയത്താണ് വണ്ടി എടുത്തത്. പ്ലാറ്റ്ഫോമിൽ വെള്ളം മുങ്ങുന്ന രീതിയിൽ. പ്ലാറ്റ്ഫോമിൽ എന്ന് പറഞ്ഞാല് നിങ്ങൾ ഏകദേശം ഒന്ന് കാണിച്ചു തരാൻ പറ്റും? ഹായ് ഫ്രണ്ട്സ്, കോഴിക്കോട് റിക്ഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നത് നമ്മളെ മോണ്ട്ര, അതായത് 1 വർഷം ഉപയോഗിച്ചൊരു വണ്ടിയാണ്. ഇത് തന്നെ ഇന്ത്യയിലെ 2ാമത്തെ വണ്ടിയാണ് കേട്ടോ. ഒരേ ദിവസം തന്നെ ഡെലിവറി ചെയ്ത 2ാമത്തെ വണ്ടിയാണ് ഇന്ത്യയിലുള്ള. അപ്പോൾ ഇത് 1 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 36,000-ഓളം കിലോമീറ്ററിൽ പുറത്ത് ആയിട്ടുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ അടങ്ങിയ വീഡിയോ ആണ് ഇന്ന് വരുന്നത്. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും, നമുക്കറിയാം. MS കാലിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അതിൻ്റെ ഓണർ തന്നെയാണ് വണ്ടി കേട്ടോ. അപ്പോൾ മൂപ്പരോട് നമുക്ക് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം. അതായത് 1 വർഷം മുഴുവനായിട്ട് ഒരു മഴക്കാലവും ഒരു വേനൽക്കാലവും ഉപയോഗിച്ചൊരു വാഹനമാണ്. അപ്പോൾ ഇതിന് മുന്നേ അദ്ദേഹം വേറെ വണ്ടി ഉപയോഗിച്ച ആളാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അനുഭവങ്ങൾ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമ്മൾ വീഡിയോ കിടക്കാം. അപ്പോൾ ഇന്ത്യയിൽ ഇറങ്ങിയ 2ാമത്തെ മോണ്ട്ര ഇലക്ട്രിക് ഓട്ടോ ആണ് സുൽത്താൻ. ഇപ്പോൾ ഇവർക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ, MS കാലിക്കറ്റ് എന്ന്. ഈ വണ്ടിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവരെ ഈ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഡ്രൈവറോട് തന്നെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ സലീം കാ, അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിൽ ഇപ്പോൾ വരുന്നത് 3ാമത്തെ പ്രാവശ്യം തോന്നുന്നു. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഇതിൻ്റെ ഒരു 5000-ൻ്റെ റിവ്യൂ ചെയ്തിരുന്നു. അതിനുശേഷം ഞാനൊരു 20,000 ആകുമ്പോൾ വരാമെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ പല സാഹചര്യങ്ങൾ കൊണ്ട് വരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആദ്യം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്. അപ്പോൾ ഒരുപാട് ആൾക്ക് അറിയാൻ മതിയായിരിക്കും, എന്നിരുന്നാലും ഒന്ന് പറയാൻ പറ്റുമോ? എൻ്റെ പേര് സലീം എന്നാണ്. സലീമാണ്. യൂട്യൂബ് ചാനലുണ്ട്, കുറെ ആളുകളൊക്കെ ഒരുപാട് ആളുകൾ കണ്ടതായിരിക്കും. ഇവർക്കൊരു യൂട്യൂബ് ചാനൽ ഉള്ളതാണ്. കോഴിക്കോട് തന്നെയാണ്, കോഴിക്കോട് സിറ്റിയിലാണ് ഓടുന്നത്. അപ്പോൾ ഈ ഇലക്ട്രിക് ഓട്ടോ മേഖലയിലേക്ക് വന്നിട്ട് എത്ര കാലമായി? ഞാൻ ഇലക്ട്രിക് ഓട്ടോ മേഖലയിലേക്ക് വന്നിട്ട് ഒരു കൊറോണന്റെ മുന്നെയാണ് വന്നത്. കൊറോണന്റെ മുന്നേ അല്ലേ? അതായത് കോഴിക്കോട് 2019 വന്നത്. അതുവരെ ഡീസൽ വണ്ടിയായിരുന്നു. 2013 മുതൽ ഡീസൽ വണ്ടിയാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ഈ കൊറോണന്റെ സമയം മുതൽ പറഞ്ഞാൽ നമുക്ക് കോഴിക്കോട് സിറ്റിയിൽ CC കൊടുക്കുന്ന ആ ഒരു കാലഘട്ടം. CC കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല ഞങ്ങൾ വണ്ടി എടുത്ത സമയത്ത്. ഞാൻ ആദ്യം എടുത്തത് മഹേന്ദ്രന്റെ വണ്ടിയാണ്. 14ാമത്തെ വണ്ടി എങ്ങാണ്ടാണ് കോഴിക്കോട് ജില്ലയിൽ. ഓടാൻ കഴിയാത്ത കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോ മിക്കവാറും ആളുകൾക്ക് അറിയാം. ഈ പെർമിറ്റ്, വണ്ടിക്ക് പെർമിറ്റ് ഇല്ല എന്നുള്ളതും കാര്യങ്ങളും. പിന്നെ അതിനുശേഷം കോടതിയിൽ പോവുകയും ബോണറ്റ് നമ്പർ ആയിട്ട് അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി കോടതി വിധിയാവുകയും ചെയ്തു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. 2000 വണ്ടികൾ, ഏകദേശം 2000 വണ്ടി തന്നെ ഇറങ്ങി കഴിഞ്ഞു. അപ്പൊ നമ്മള് വിഷയപാതല്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. അപ്പൊ നമ്മളെ മോട്ടറിന്റെ കാര്യങ്ങൾ തന്നെ ചോദിക്കാം. ഇപ്പൊ നിങ്ങള് വണ്ടി എടുത്തിട്ട് ഇപ്പൊ എത്രയായി? വണ്ടി എടുത്തിട്ട് 1 വർഷം കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞു. അതായത് ഇന്ത്യയിലെ 2ാമത്തെ വണ്ടിയായിരുന്നു. 2ാമത്തെ വണ്ടി ഒരു ദിവസം തന്നെയാണ് ഡെലിവറി നടന്നത്. 1ാമത്തെ വണ്ടി നോബിന്റെ വണ്ടിയാണ്. രജിസ്ട്രേഷൻ കഴിഞ്ഞ് 1ാമത്തെ വണ്ടി നോബിന്റെതാണ്. അത് നമ്മുടെ കോഴിക്കോട് തന്നെയാണ് ഓടുന്നത്. കോഴിക്കോട് തന്നെയാണ് ഓടുന്നത്. നമ്മളൊരു സുഹൃത്തും കൂടിയാണ്. ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ് വണ്ടി പോയി ബുക്ക് ചെയ്തതും എടുത്തതും ഒക്കെ. ഓക്കെ. അപ്പൊ നിങ്ങൾ ഈ പെട്ടെന്ന്, അതായത് ഇത് ഒരു ആദ്യത്തെ സംരംഭമാണ്. ഒന്നാമത് ഇവര് വാഹന ഫീൽഡിൽ വല്ലാതെ ഉള്ളതായിട്ട് നമുക്ക് അറിയൂല. അപ്പോൾ എന്ത് ഒരു ധൈര്യം വെച്ചിട്ടാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വാഹനം എടുക്കാന്ന് ഉദ്ദേശിച്ചത്? എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇലക്ട്രോണിക്സ് ഒക്കെ കഴിഞ്ഞതാണ്. പിന്നെ അതിന്റെ ബേസിൽ തന്നെ ഞാൻ കുറച്ച് ഇതിന്റെ കോൺഫിഗറേഷനും കാര്യങ്ങളും, ബാറ്ററി കപ്പാസിറ്റിയും, ബാറ്ററിനെ പറ്റിയും മോട്ടറിനെ പറ്റിയൊക്കെ എനിക്ക് അറിയുന്ന രൂപത്തിൽ ഞാൻ അതിനെ പറ്റി അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കോൺഫിഗറേഷൻ ഒന്നും വലിയൊരു തെറ്റില്ല. പിന്നെ യോഗഭാഗ്യമാരാണ് എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാന്നുള്ള. മഹേന്ദ്രന്റെ വണ്ടി കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു ഇലക്ട്രിക് വാഹനം ഇറങ്ങിയത് ആ സമയത്ത് തന്നെ ഒരു 14ാമത്തെ വണ്ടിയായിട്ട് ഞാൻ എടുത്തത്. വണ്ടി എന്താണ്, ഇലക്ട്രിക് വണ്ടി എന്താണെന്ന് അറിയാത്തൊരു സാഹചര്യത്തിലാണ് ആ വണ്ടിയൊക്കെ എടുത്തത്. വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളൊരു ഇത്. പിന്നെ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട അതിനോടുള്ള ഒരു താല്പര്യം കൂടിയാണ്, അതുകൊണ്ടാണ് അങ്ങനെയാണ് ഇത് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ കുഴപ്പമില്ല, ഞാൻ നേരത്തെ ഡീസൽ വണ്ടി ഓടിച്ചതിനേക്കാളും എത്രയോ ബെറ്റർ ആണ്. അപ്പോ ഇപ്പൊ എന്ത് തോന്നുന്നു? വണ്ടി എടുത്തിട്ട് 1 വർഷമായില്ലേ? വണ്ടി എടുത്തിട്ട് 1 വർഷമായി. നല്ല പെർഫോമൻസ് ആണ് വണ്ടി കാഴ്ചവെക്കുന്നത്. ഇതുവരെ വലിയ ചെറിയ ചെറിയ തകരാറുകളൊക്കെ ഉണ്ട്, സ്വാഭാവികമായിട്ടും വണ്ടി ആയാലും ഉണ്ടാവേണ്ടതാണ്. അപ്പം ചെറിയ ചെറിയ കംപ്ലൈന്റുകൾ ഒഴിച്ചാൽ മേജർ കംപ്ലൈന്റുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. വണ്ടി ഷോറൂമിൽ നിർത്തിയിടേണ്ട ഒരു അവസ്ഥ ഇന്ന് വരെ വന്നില്ല. സർവീസിന് വേണ്ടി കൊണ്ടുപോകുന്നല്ലാതെ ഒരു കംപ്ലൈന്റ് ആയിട്ട് ഷോറൂമിലേക്ക് പോകേണ്ടി വന്നിട്ടില്ല.
പിന്നെ ഞാൻ വണ്ടി എടുത്തപ്പോ തന്നെ ആദ്യമായിട്ടൊരു ടെസ്റ്റ് ഡ്രൈവ് ആണ് നടത്തിയത് ഊട്ടിയിലേക്ക് ഒരാഴ്ചന്റെ ഉള്ളിൽ തന്നെ. ചാനലിൽ ആ വീഡിയോ ഉണ്ട്. അപ്പൊ ആ ഒരു ടെസ്റ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കയറ്റം കയറുന്ന വണ്ടി ഹീറ്റ് ആവുമോ, വണ്ടിന്റെ പെർഫോമൻസ് എത്രയാണ്, എന്താണ് അതിന്റെ മൈലേജ്, ഈ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ഊട്ടി ട്രിപ്പ് പോയത്. ഞാനും എന്റെ സുഹൃത്തും മോനും അതിന് പോയത്. അപ്പൊ അതിൽ ഞാൻ വളരെയേറെ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതുവരെ ഉപയോഗിച്ച ഇലക്ട്രിക് വണ്ടി, ഞാനിപ്പോ 4 വർഷത്തോളം ഇലക്ട്രിക് വണ്ടി ഉപയോഗിച്ചിട്ടാണ് മോണ്ട്രയിലേക്ക് മാറുന്നത്. ഉപയോഗിച്ച ഇലക്ട്രിക് വണ്ടി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വയനാട്ടിൽ പോലും വിശ്വസിച്ച് പോകാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. പക്ഷെ ഇത് പോയി വന്ന് നമ്മളെ സുഹൃത്തുക്കൾക്ക് ഭയങ്കര കാര്യം, ഒരു ഇലക്ട്രിക് വണ്ടിയായിട്ട് ഇത്രയും ദൂരം പോയോ എന്നുള്ളത്. പക്ഷെ കൃത്യമായ ഒരു പ്ലാനിങ് വേണം, ചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. കാരണം കേരളത്തിലെ എല്ലാ സ്ഥലത്തും ചാർജിങ് സ്റ്റേഷനുകളുണ്ട്. കേരളം വിട്ടു കഴിഞ്ഞാൽ ചാർജിങ് സ്റ്റേഷനുകൾ പരിമിതമാണ്. പിന്നെ നമ്മളത് ആദ്യം മുൻകൂട്ടി നമ്മളെ സുഹൃത്തുക്കളൊക്കെ വഴി വിളിച്ച് അറേഞ്ച് ചെയ്താൽ മാത്രമേ ഉള്ളൂ ചാർജിങ് സ്റ്റേഷനും കാര്യങ്ങളും അവിടെ സെറ്റ് ആക്കാൻ പറ്റും. അതായത് അവിടെ പരിചയമുള്ള ആളുകളെ സ്ഥലത്ത് പോയിട്ട് ചാർജ് ചെയ്യുന്ന ഒരു കോലത്തിൽ. അതെ, തീർച്ചയായിട്ടും അങ്ങനെ നടക്കുള്ളൂ. അല്ല പബ്ലിക് ചാർജിങ് സ്റ്റേഷനുകൾ അവിടെ ഇല്ല. ഇല്ല തന്നെ കാറിന് ചെയ്യുന്ന ഫാസ്റ്റ് ചാർജിങ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു സംശയം, ഇത്ര ദൂരം പോകുമ്പോൾ അവിടെ ഈ സോക്കറ്റ് കാര്യങ്ങൾ സെപ്പറേറ്റ് വെക്കണോ? ഈ 16 ആംപിയറിൻ്റെതൊക്കെ നമ്മൾ ചാർജിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടല്ലോ, പ്ലഗ് ബോക്സ്. അപ്പോൾ ഈ സ്ഥലങ്ങളിൽ അതൊക്കെ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ എങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു നിങ്ങൾ പോയത്? ഞാൻ പോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു സുഹൃത്തിന്റെ കെയർ ഓഫിൽ വിളിച്ച് ചോദിച്ചിട്ടാണ്. ആദ്യം തന്നെ ചാർജ് ചെയ്തത് പെട്രോൾ പമ്പ് എന്നാണ്. പെട്രോൾ പമ്പിൽ അവിടെ പവർ പ്ലഗും കാര്യങ്ങളും അവര് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അവരെ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഹീറ്റർ, ഹെവി സാധനങ്ങളും ഫ്രിഡ്ജ് അങ്ങനത്തെ ഒക്കെ ഉപയോഗിക്കാൻ നിലവിലുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഗൂഡല്ലൂരിൽ നിന്ന് ഞാൻ ചാർജ് ചെയ്തപ്പോൾ അവിടെ നിന്ന് ഒരു ബുദ്ധിമുട്ടും വന്നില്ല. പിന്നെ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഊട്ടിന്ന് ചാർജ് ചെയ്യുന്നത്. അവിടെ അതേപോലെ ഇവര് ഈ വീട് പണി നടക്കുന്ന ഒരു പർപ്പസിനായിട്ട് ഉപയോഗിച്ച ചാർജിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്ലഗ് പോയിന്റ് ആണ്. അതിൽ ELCBയും MCBയും പവർ സോക്കറ്റും ഉണ്ടായിരുന്നു. താൽക്കാലിക ആവശ്യത്തിന് വേണ്ടി അവര് സെറ്റ് ചെയ്തതാണ്. അവിടെ നിന്നാണ് ചാർജ് ചെയ്തത്. വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അന്ന് നിങ്ങൾ ഒരു വൺ സൈഡ് എത്ര കിലോമീറ്റർ പോയിരുന്നു? വൺ സൈഡ് 180 കിലോമീറ്ററിൽ മുകളിൽ പോയിട്ടുണ്ട്. പക്ഷെ കയറ്റായതുകൊണ്ട് തന്നെ വിചാരിച്ചത്ര മൈലേജ് കിട്ടിയില്ല. എന്നാൽ പോലും മറ്റുള്ള ഇതിനനുസരിച്ച് കൂടുതലാണ് മൈലേജ് എന്ന് ഞാൻ വിലയിരുത്തിയത്. ഓക്കെ, അപ്പോൾ ഞാൻ ഏതായാലും ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ, MS കാലിക്കറ്റ് നിന്ന്. അപ്പോൾ ഇനി കൂടുതൽ അറിയാനുള്ളവർ ചാനലിലേക്ക് വന്ന് കാണട്ടെ. അപ്പോൾ ഇനി നമുക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഒരു വർഷത്തിൽ നിങ്ങൾ എത്ര കിലോമീറ്റർ ഓടിയോ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? കിലോമീറ്റർ ഏകദേശം 35,000 കിലോമീറ്ററോളം ഓടി. അപ്പോൾ നമ്മൾ കോഴിക്കോടിന്റെ സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ശരിക്കും കുറച്ച് കുറവാണല്ലോ. എനിക്ക് വേറെ കുറച്ച് ഞാൻ പറഞ്ഞത് ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ എന്നിരുന്നാലും 40,000 കിലോമീറ്ററോളം തന്നെ. 35,000 കിലോമീറ്റർ. അപ്പോ ഇത്രയും കിലോമീറ്റർ ഓടിയപ്പോൾ നിങ്ങൾക്ക് നിലവിൽ മൈലേജ് എന്താ പറയാ, നമ്മളെ മൈലേജിൽ എന്തെങ്കിലും മാറ്റങ്ങൾ എന്താ വന്നിട്ടുണ്ടോ? മൈലേജിലൊരു 170 180 ആ റേഞ്ചിലാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഞാൻ ടയർ റീസോൾ ചെയ്തിട്ടതിന് ശേഷം ആ ടയർ റീസോൾ ചെയ്തിട്ടതിന്റെ ഒരു ചെറിയൊരു കുറവ്, ഒരു 10 കിലോമീറ്ററിന്റെ ഡിഫറൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സുഹൃത്തിന്റെ കമ്പനി ടയർ തന്നെ വണ്ടിയിലിട്ടും കാഞ്ഞ് ഓടിച്ചു നോക്കി. അപ്പം കൃത്യമായി മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പൊ അതിൽ ഞാൻ റീബെൽറ്റ്, അതായത് ടയർ റീസോൾ ചെയ്തതിന്റെ ഒരു മൈലേജ് ഷോട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് റീസോൾ ചെയ്തപ്പോൾ ഒരു 10 കിലോമീറ്ററിന്റെ ഷോട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മള് ടയർ എത്ര കിലോമീറ്റർ കിട്ടുന്നുണ്ട് നമുക്ക്? എനിക്ക് 17,500 കിലോമീറ്റർ ആണ്. ഫ്രണ്ടോ? ഫ്രണ്ട് 20-ന് മുകളിൽ കിട്ടി. 20-ന് മുകളിൽ അല്ലേ? അപ്പൊ ഞാൻ അതേമാതിരി ഇതിന്റെ ഒരു ഉപയോഗക്രമം കൂടി ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? അത്രയും ഉപയോഗിച്ചല്ലേ. ഇതിന്റെ ഉപയോഗക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ചാവി ഓൺ ആക്കുക. വണ്ടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രേക്കുമ്പോൾ ഒന്ന് കാല് ചവിട്ടി ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഓടാനുള്ള സെറ്റപ്പിലേക്കാവും. ആദ്യം ഒന്ന് ബ്രേക്കുമ്പോൾ കാല് വെച്ച് ഒഴിവാക്കണം. സെൻസർ. പിന്നെ ഇവിടെ പാർക്ക് അസിസ്റ്റന്റ്, ന്യൂട്രൽ, എക്കോ, ഡ്രൈവ്, പവർ, ഇങ്ങനെ മോഡുകളുണ്ട്. ഇപ്പൊ ന്യൂട്രലാണ് വണ്ടി ഉള്ളത്. എക്കോയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ബ്രേക്ക് വന്ന് കാലെടുത്ത് ആക്സിഡന്റ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി മൂവ് ആവും. നോർമലി എക്കോ തന്നെയാണ് മിക്കവാറും ഞാൻ ഓടല്. എക്കോയിൽ ഓടുന്നേരാണ് ഈ മൈലേജ് കിട്ടുന്നത്. നമുക്ക് കൂടുതൽ മൈലേജ് കിട്ടണമെങ്കിൽ പിന്നെ ഡ്രൈവ് മോഡാണുള്ളത്. ഡ്രൈവ് മോഡിൽ ഒരു വണ്ടിനെ പാസ് ചെയ്ത് കയറണമെങ്കിലോ അല്ലെങ്കിൽ പെട്ടെന്ന് പോകണമെങ്കിലോ മാത്രമാണ് ഡ്രൈവിലേക്ക് ഇടല്. പിന്നെ കയറ്റം എക്കോ മോഡിലും ഡ്രൈവ് മോഡിലും സുഖമായിട്ട് കയറി പോകുന്നുണ്ട്. കയറ്റം കയറാത്ത ഒരു ആവശ്യത്തിന് പവർ ഇടേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. പിന്നെ ഞാൻ ആ പവർ ഇട്ടും കാഞ്ഞ് കയറ്റി നോക്കിയത് എന്ന് പറഞ്ഞാൽ നമ്മള് കൊടുവള്ളി ഒരു കയറ്റം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് മാത്രമാണ് പവർ കാര്യമായിട്ട് ഉപയോഗിച്ചത്. അല്ലാത്ത സമയത്തൊക്കെ ഡ്രൈവ് മോഡ് തന്നെയാണ് പോലെ. മിക്കവാറും നോർമൽ കണ്ടീഷനിലുള്ള എല്ലാ റോഡുകളും
ഡ്രൈവിൽ തന്നെ കയറി പോകുന്നുണ്ട്. ആ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ ഗുരുവായൂർ പോയി തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഞാൻ 100 ഫുൾ പെർസെൻറ്റേജിൽ 160, അതായത് 100% വണ്ടി എടുത്ത് ഗുരുവായൂർ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്താണ് ഞാൻ ചാർജ് ചെയ്തത്. അപ്പോൾ ഏകദേശം എനിക്ക് ഒരു 170 മുകളിൽ മൈലേജ് അന്ന് കിട്ടിയിട്ടുണ്ട്. ഒരാളെ ഉള്ളായിരുന്നു, പ്ലെയിൻ റോഡുമാണ്. പിന്നെ തിരൂർ ഭാഗത്തു നിന്നാണ് ഞാൻ ചാർജ് ചെയ്തത് തിരിച്ചു വരുന്ന സമയത്ത്. ഓക്കെ. പിന്നെ നമ്മൾ ഇത് ദൂരത്തേക്ക് പോകുമ്പോൾ ഈ വണ്ടിയായിട്ട് ഇലക്ട്രിക് വണ്ടിയായിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാറുണ്ടോ ചാർജിങ്ങിന്റെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും? ഞാൻ ചാർജ് മോഡ് ഉപയോഗിച്ചിട്ടാണ് ചാർജ് ചെയ്യല്. അപ്പോ കോഴിക്കോട് സിറ്റിനെ സംബന്ധിച്ചിടത്തോളം ചാർജ് സ്റ്റേഷൻ എപ്പോഴും ഫുള്ളാണ്. കാരണം ഏറ്റവും കൂടുതൽ വണ്ടികൾ കോഴിക്കോട് ഇറങ്ങിയതുകൊണ്ട് എല്ലാ സമയത്തും ചാർജ് സ്റ്റേഷനിൽ വണ്ടി അയക്കും, ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. 2-3 വണ്ടികൾ. പക്ഷെ കോഴിക്കോട് ജില്ല വിട്ട് പുറത്തേക്കാണ് നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു റഷ് ഉണ്ടാവലില്ല. ഇനി ബൈ ചാൻസ് ഏതെങ്കിലും വണ്ടി ചാർജിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാർജ് അത്യാവശ്യം കുറവാണെങ്കിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാറിത്തരാറുണ്ട്. നല്ലൊരു സഹകരണമാണ് ഇലക്ട്രിക് വണ്ടിക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. നമുക്ക് അത്യാവശ്യം തൊട്ടടുത്ത പോയിന്റിലേക്ക് എത്താനില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ചാർജ് ചെയ്യേണ്ടി വരുന്നത്. പിന്നെ ചോദിക്കാനുള്ളത്, നമുക്ക് നിങ്ങൾക്ക് അന്ന് 160 റേഞ്ചിൽ മൈലേജ് കിട്ടി, ഇപ്പോഴും അതേ ആ ഒരു ലെവലില് മൈലേജ് കിട്ടുന്നുണ്ട്? അതിൽ കുറച്ചുകൂടി കൂടിയതാണ് സ്വാഭാവികമായിട്ടും ഉണ്ടായത്. കാരണം വണ്ടി ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു. 20 കിലോമീറ്ററിൽ താഴെ കുറച്ച് സ്പീഡ് കുറയുന്നൊരു ഇതുണ്ടായിരുന്നു. അത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5% മാറുകയും ചെയ്തു. ആ സമയത്ത് വണ്ടിക്ക് മൈലേജ് കൂടി. കാരണം 197 ആയിരുന്നു കമ്പനി ഏറെ സർട്ടിഫൈ ചെയ്ത റേഞ്ച്. അത് 203 ആ സോഫ്റ്റ്വെയർ അപ്ഡേഷനോട് കൂടി മാറിയപ്പോൾ ആ അപ്ഡേഷൻ നിലവിലുള്ള വണ്ടിക്കാർക്കും, അതായത് ഇതുവരെ വന്ന മുഴുവൻ അപ്ഡേഷനും നിലവിലുള്ള വണ്ടിക്കാർക്കും കമ്പനി ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു ഇത്. ഭയങ്കര ഒരു ഗുഡ് ന്യൂസ് ആണ് ആ കാര്യം. കാരണം ഞാനിതുവരെ ഉപയോഗിച്ച കമ്പനികളിലൊന്നും വണ്ടി അങ്ങനെ പഴയ വണ്ടികൾക്കും പുതിയ വണ്ടിന്റെ അപ്ഡേഷൻ ചെയ്തു കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ഇത് എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും അവരത് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ കാര്യമായിട്ട് വണ്ടിക്ക് കംപ്ലൈന്റുകളൊന്നും ഇല്ലെങ്കിലും ഒരു ഹാൻഡിൽ ബാർ കുറച്ച് ടൈറ്റ് ഉണ്ട്. കമ്പനി അത് തീർത്തു തരുന്നു. അത് എല്ലാ വണ്ടിക്കും അപ്ഡേഷൻ ചെയ്തു തരുന്നു, ഉറപ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഇത് തോന്നിയത് ചാർജറിന് 1 വർഷം വാറണ്ടി ഉള്ളൂ എന്നുള്ളൊരു കാര്യമാണ്. മറ്റു കമ്പനികളൊക്കെ 3 വർഷത്തേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതും 3 വർഷത്തേക്കാക്കണം. കമ്പനിയോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത മാസം മുതൽ അത് പ്രാബല്യത്തിൽ വരുന്നു. കാര്യങ്ങളൊക്കെ കമ്പനി പറഞ്ഞിട്ടുണ്ട്. ശരിയാവും, നമുക്ക് പ്രതീക്ഷിക്കാം. ഇതുവരെ ചാർജർ കംപ്ലൈന്റ് ആയിട്ടില്ല. കംപ്ലൈന്റ് ആവാതിരിക്കട്ടെ. കാരണം ഞാൻ ആദ്യം ഉപയോഗിച്ച വണ്ടിന്റെ ചാർജറൊക്കെ പല പ്രാവശ്യം കംപ്ലൈന്റ് ആയതാണ് 1 വർഷത്തിൽ തന്നെ. നിലവിൽ എനിക്കും അറിയാം, ഞാനും അതിനെ പറ്റി ആ വണ്ടി ഉപയോഗിക്കുന്ന ഒരാളും ആയത് കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാം. പിന്നെ നമ്മൾ ഈ ചാർജർ ഉണ്ടല്ലോ, ഈ ചാർജർ നന്നാക്കാനുള്ള എന്തെങ്കിലും വകുപ്പ് എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് വേറെ കമ്പനിക്കൊന്നും നിലവിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ ഈ വണ്ടിക്ക് എന്തെങ്കിലും നന്നാക്കാനുള്ള സൗകര്യം എന്തെങ്കിലും? ചാർജറിന്റെ സ്പെയർ പാർട്സ് ഒക്കെ ലോക്കൽ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നതാണ് കമ്പനി പറഞ്ഞത്. നിലവിൽ ആർക്കും കംപ്ലൈന്റ് ആർക്കെന്ന് പറഞ്ഞിട്ട് ചില ആളുകൾക്ക് കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. സ്വാഭാവികമാണ്, ഇലക്ട്രോണിക് സാധനമാണ്. പക്ഷെ അങ്ങനെ ഒരു കംപ്ലൈന്റ് ആയിട്ട് വാറണ്ടി കൊടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പുറത്തേക്ക് പോവുക. അങ്ങനെ ഒരു സാഹചര്യം ഇതുവരെ വന്നില്ല. കഴിഞ്ഞാൽ അവര് മാറ്റി കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് കമ്പനിയിൽ നിന്ന് ബാക്കിയുള്ള നമ്മളെ ഡ്രൈവർമാരുടെ അടുത്തൊന്നും അറിയാൻ കഴിഞ്ഞു. കാരണം ഏകദേശം കോഴിക്കോട് 600ഓളം മോണ്ട്ര ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ ഇറങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് 600 അധികം ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇവരിപ്പം തന്നെ ഡീലർഷിപ്പുകൾ കുറച്ചുകൂടി കൂട്ടിയിട്ടുണ്ട് അല്ലേ? ഡീലർഷിപ്പ് ഇപ്പോ കോഴിക്കോട് ഡീലർഷിപ്പ് ഉണ്ട്, വടകര ഉണ്ട്, വയനാട്ടിലുണ്ട് ഈ സി ഓപ്പനത്. അല്ലാതെ ബാക്കി മലപ്പുറം 2 ഡീലർഷിപ്പ് ഉണ്ട്, പാലക്കാട് ഉണ്ട്, തൃശ്ശൂർ ഉണ്ട്, അതേപോലെ കണ്ണൂര് ഉണ്ട്, പിന്നെ അങ്ങോട്ട് തെക്കോട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പൊ നിങ്ങൾ മോണ്ട്ര ഇപ്പൊ എടുത്തതിന് ശേഷം ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ സാധാരണ ചെയ്യുന്നതാണ്, ഒരു വണ്ടി ഇറങ്ങി കഴിഞ്ഞാൽ ആ വണ്ടീനെ ഉപയോഗിക്കുന്ന ആളുകളെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ വല്ല ഗ്രൂപ്പ് നിലവിലുണ്ടോ? അങ്ങനെ ഗ്രൂപ്പ് ഉണ്ട്. ഏകദേശം 100-400ഓളം ആളുകൾ ആ ഗ്രൂപ്പിലുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ ആ ഗ്രൂപ്പിലുള്ള ആളാണല്ലോ, അപ്പൊ ഇതിൽ സർവീസ് മോശമാണ് അല്ലെങ്കിൽ സർവീസ് കൊണ്ട് വണ്ടി അത്രയും ദിവസമാണ് ഷോറൂമിൽ നിന്ന് ഇങ്ങനെ പരാതികൾ വരല്ലോ ആ ഗ്രൂപ്പിൽ കാര്യമായിട്ട് അങ്ങനെ മോശമാണെന്നുള്ള കംപ്ലൈന്റുകൾ വരാറുണ്ട് എന്നുള്ളത് ഗ്രൂപ്പ് പറയാറുണ്ട്. പക്ഷെ അത് റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ വണ്ടി സേഫ് മോഡിലേക്ക് പോയിട്ട് കംപ്ലൈന്റ് ആയിട്ട് രാത്രി 2 മണിക്കാണ് ലൈനിൽ കുടുങ്ങിയത്. കമ്പനിയിൽ വിളിച്ച സമയത്ത് 24 മണിക്കൂർ വരെ സർവീസ് അവൈലബിൾ ആയി കിട്ടുന്നുണ്ടെന്നുള്ളത് വലിയൊരു ഗുണമാണ്. രാത്രി 2 മണിക്ക് വന്നിട്ട്
അവര് സർവീസ് ചെയ്ത് കൊടുത്തു. 1 മണിക്ക് കംപ്ലൈന്റ് ആയി കുടുങ്ങി വിവരം പറഞ്ഞിട്ട് ഇയാൾക്ക് ആ സ്ഥലത്തെ പറ്റിയോ അവിടെയുള്ള ഡ്രൈവർമാരെ പറ്റിയോ പരിചയമില്ലാത്തതിനോട് ഇയാൾ കമ്പനിയിൽ വിളിക്കുകയും ആ രാത്രി അവർ ഫോൺ എടുക്കുകയും രാത്രി 2 മണിക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ശരിയാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഒരു കമ്പനി ഇതുവരെ ചെയ്യാത്തൊരു കാര്യമാണ്. ആ കാര്യത്തിൽ സർവീസിന്റെ കാര്യത്തിൽ വൈകുന്നേരം 5 മണി ആയാൽ ഓഫ് ആക്കും. ഇത് അങ്ങനല്ല, 24 മണിക്കൂർ സർവീസ്. മുന്നോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. പക്ഷെ നിലവിൽ ഇതുവരെയുള്ള കാര്യത്തിൽ പെർഫെക്റ്റ് ആണ്. നാളത്തെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ഇനി എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ ഡ്രൈവർമാർ ആ കാര്യങ്ങൾ കമ്പനിയായിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞ് പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. കാരണം കമ്പനി അത്രയും ഒരു ഇത് നടക്കുന്നത്. പിന്നെ ചില ഭാഗത്ത് ഈ ആലപ്പുഴ ഭാഗത്തൊക്കെ ചില ആളുകൾ എന്റെ ചാനലിൽ തന്നെ വീഡിയോ കടിയിൽ ഇങ്ങനെ ഇവിടെ സർവീസ് കുറച്ച് മോശം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പം തുടക്കത്തിൽ നോബിയൊക്കെ തുടക്കത്തിൽ വണ്ടി എടുത്ത ആളുകളായതുകൊണ്ട് തന്നെ കമ്പനീന്റെ സർവീസ് ടീമിനോടൊക്കെ മെയിൽ ചെയ്തിട്ടും അല്ലാതെയും ആ വിവരങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്. അവർ എത്രയും പെട്ടെന്ന് റെക്ടിഫൈ ചെയ്യാന്ന് ഉറപ്പും തന്നിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് റെക്ടിഫൈ ചെയ്യട്ടെ. അതായത് നിലവിലിപ്പോ നമ്മുടെ വയനാടായാലും കോഴിക്കോടായാലും മലപ്പുറത്തായാലും സർവീസിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും ഇല്ല. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് ഇപ്പോ സർവീസ് നിലവിലുള്ള സർവീസ് സെന്റർ ഇത്രയധികം വണ്ടി വിൽപ്പന നടത്തിയതിനെ കൊണ്ട് അടുത്ത മാസം മുതൽ തൊട്ടടുത്ത ബിൽഡിങ്ങിലേക്ക് വിപുലമായ ഒരു സർവീസ് സെന്റർ വണ്ടി ലിഫ്റ്റ് ചെയ്യാൻ ഒരു ലിഫ്റ്റ് മാത്രമേ അവിടെ ഉള്ളൂ. ഒരു 4ഓളം ലിഫ്റ്റ് ഉള്ള പുതിയ സർവീസ് സെന്റർ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത മാസം മുതൽ അവിടുന്ന് സർവീസ് ചെയ്യാൻ പറ്റുന്ന ഗുഡ് ന്യൂസ് ആണ്. പിന്നെ നിങ്ങളിപ്പോ ഇത്രയും ആയാലും ഉപയോഗിക്കുന്നത് അതുപോലെ മറ്റു വണ്ടികൾ ഉപയോഗിച്ച ആളാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഇനി കമ്പനി, അതായത് നിങ്ങൾ പല കാര്യങ്ങളും കമ്പനിയോട് ചൂണ്ടിക്കാണിച്ചതാണ്, അതൊക്കെ കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട്. നിലവിൽ ചാർജറിന്റെ കാര്യങ്ങളല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും കമ്പനി കൊണ്ടുവന്നതായിട്ടാണ് എൻ്റെ അറിവ്. അപ്പോൾ ചാർജറിന്റെ എന്തായാലും കമ്പനി കൊണ്ടുവരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുക. കാരണം നിലവിൽ എല്ലാ കമ്പനികളും 3 വർഷവും 5 വർഷവും വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കമ്പനിന്റെ ശ്രദ്ധയിൽ എന്തായാലും അത് പെട്ടെന്ന് പരിഹാരം ഉണ്ടായി. എനിക്ക് തന്നെ അറിയാം, എൻ്റെ സുഹൃത്തുക്കൾക്ക് തന്നെ മോട്ടർ എടുക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് നിലവിൽ ഇതിന് വാറണ്ടി ചാർജറിന് കൂടുമ്പോൾ, ചാർജറാണ് എല്ലാവർക്കും ഒരു സംശയമുള്ളത്, അപ്പോൾ ചാർജറിന് വാറണ്ടി കൂടുന്ന സമയത്ത് വണ്ടി ഇറക്കാം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. കാരണം ബാക്കിയുള്ളതിൽ അവർ ഹാപ്പിയാണ്. അപ്പോൾ അത് കമ്പനി ഏതായാലും എത്രയും പെട്ടെന്ന് കൊണ്ടുവരട്ടെ. അപ്പോൾ ഈ ഒരു പ്രശ്നമില്ലാതെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ ഇന്നത് മാറ്റണം അല്ലെങ്കിൽ ഇന്നൊരു പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എന്തെങ്കിലും തോന്നിയതായിട്ട്? പ്രശ്നങ്ങളായിട്ടല്ല, കുറച്ച് അപ്ഡേഷനും കൂടി കൊണ്ടുവരണം എന്നാണ് പറയാനുള്ളത്. ഒന്നാമത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റേഞ്ചിന്റെ കാര്യത്തിലാണ്. റേഞ്ച് സ്വാഭാവികമായിട്ടും നമ്മളെ പല ഓട്ടോ ഓടിങ്ങാൻ ലാസ്റ്റിലേക്ക് എത്തുന്ന റേഞ്ച് നമുക്ക് ലോങ് ഓട്ടം കിട്ടിയാൽ പോകാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ട്. അപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒരു ലോങ് കിട്ടി കഴിഞ്ഞാൽ അപ്പോൾ ഒരു 250 കിലോമീറ്റർ എങ്കിലും റേഞ്ചിലേക്ക് കമ്പനി വണ്ടി കൊണ്ടുവരണം. വില കൂടിക്കോട്ടെ, കുഴപ്പമില്ല, ആവശ്യമുള്ളവർ എടുത്താൽ മതിയല്ലോ. ഫാസ്റ്റ് ചാർജിങ് ആയാലും മതി. പക്ഷെ ഫാസ്റ്റ് ചാർജിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് റേഞ്ച് കൂട്ടുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ ഫ്രണ്ടിൽ ഡോറില്ല. ആ ഡോറ് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി പല ഓട്ടോകൾക്ക് ഫ്രണ്ടിൽ ഡോർ ഇല്ലല്ലോ നിലവില്. ഇല്ല, പക്ഷെ ഒരു സേഫ്റ്റി എന്നുള്ള രൂപത്തിലും പിന്നെ ഒരു വണ്ടിന്റെ ഒരു ലുക്കിലും ഒരു മാറ്റം വരും. ഡോർ വരുമ്പോൾ ഒരു കാറിനെ പോലെ സൂപ്പർ ഓട്ടോ എന്നാണ് കമ്പനി തന്നെ പരസ്യം ചെയ്യുന്നത്. അപ്പൊ ഈ സൂപ്പർ ആയിട്ട് ഈ ഒരു മാറ്റം കൂടി വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാല് നന്നായിരുന്നു. അതേപോലെ ടോപ്പ് റെക്സിൻ ടോപ്പാണ്. അത് മാറിയിട്ട് ഹാർഡ് ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാല് അതൊരു ഉഷാറായിട്ടുണ്ട് എന്നുള്ളത് അതും ഒരു അഭിപ്രായമുണ്ട്. നിങ്ങളുടേതായ ഒരു അഭിപ്രായം. നിലവിലിപ്പോ എല്ലാ വണ്ടികൾക്കും റെക്സിൻ തന്നെ ആണല്ലോ റെക്സിനാണ്. അപ്പൊ ഇത് കൂടി വരികയാണെങ്കിൽ ഒന്നുകൂടി ഉഷാറാവും. പിന്നെ ലൈറ്റ്, ചില ആളുകൾ പറയുന്നത് ലൈറ്റിൽ എന്തെങ്കിലും ഒരു ലൈറ്റ് കുറച്ച് കുറവുണ്ട്. അതിപ്പം ഹാലജൻ ബൾബ് ആയതുകൊണ്ടുള്ളതാണ്. LED ബൾബിലേക്ക് മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ലൈറ്റിന്റെ പ്രശ്നം പരിഹരിക്കുന്നതാണ്. നല്ല വെളിച്ചമുണ്ട് LED. അൾട്ടോ കാറിന്റെ LED ബൾബ് ഇതിന് സൂട്ടാണ്. നിങ്ങൾ നിലവിൽ അത് ഇട്ടിട്ടുണ്ടാവും അല്ലേ? ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോ അത് കഴിച്ചു വെച്ചതാണ്. കഴിഞ്ഞ ദിവസം RTOന്റെ ഒരു ഫൈന് കുടുങ്ങി. തൽക്കാലം അയച്ചു വെച്ചാണ്. പക്ഷെ നാട്ടുപ്രദേശത്തൊന്നും പ്രശ്നമല്ല, അത് സിറ്റിയിലൊക്കെ ആവുമ്പം. പിന്നെ ഇതില് നമുക്ക് ഈ ഗ്ലാസ്സിൽ വെള്ളം ഇറങ്ങുക അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലവിലുണ്ടോ? ചെറുതായിട്ട് വെള്ളം ഈ മൊത്തത്തിൽ എല്ലാ ഓട്ടോറിക്ഷകൾക്കും ചെറുതായിട്ട് വെള്ളം വരും. ആ രൂപത്തിൽ ചെറുതായിട്ട് വരുന്നുണ്ട്. അതിന് നമ്മള് സാധാരണ ലിക്വിഡ് ഒട്ടിച്ച് ഇപ്പം വെള്ളം വരുന്നില്ല. തുടക്കത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഈ ഭാഗത്ത് കൂടി വണ്ടി വന്നിരുന്നു അല്ലേ? ഇത് കണ്ടോ, സിലിക്കോൺ അടിച്ചിട്ടുണ്ട് ഇതിന്റെ ഉള്ളില്. അപ്പൊ സിലിക്കോൺ അടിച്ചു കഴിഞ്ഞാല് ഉള്ളിലേക്ക് വെള്ളം വരില്ല. അത് നമ്മളേതായ ചെറിയ പൊടിക്കൈ ചെയ്തതാണ്. പിന്നെ അതുപോലെ ഇപ്പൊ വണ്ടി നിങ്ങൾ ഓടിയതിനു ശേഷം ടയറ് കാര്യങ്ങൾ മാറ്റിയ അങ്ങനെ എന്തെങ്കിലും ചെയ്ത്? ഫ്രണ്ടില്
ഇപ്പൊ സ്റ്റെപ്പിനി ടയർ എടുത്തിട്ട് ആ ഫ്രണ്ടിൽ ഇട്ടത്. ഫ്രണ്ടിലെ ടയറും റീസോൾ ചെയ്തു, അതേപോലെ ബാക്കിലെ 2 ടയറും റീസോൾ ചെയ്തു. കോഴിക്കോട് പ്രദീപ് ടയർസ് റീസോൾ ചെയ്ത്. കുഴപ്പമൊന്നുമില്ല. ഒരു 850 രൂപയാണ് അവർ വാങ്ങിച്ചത്. 870 അവർ പറഞ്ഞു, 850 വാങ്ങിച്ചത് ഒരു ടയറിന്. പിന്നെ വണ്ടി എടുത്തതിന് ശേഷം ഇപ്പൊ ഒരു വർഷമായല്ലോ, നിങ്ങൾക്ക് ഏകദേശം എത്ര രൂപന്റെ ചെലവ് വന്നിട്ടുണ്ടാവും? അതായത് കമ്പനി സർവീസ് കൂടാതെ. സർവീസിനൊക്കെ വളരെ ചെറിയ എമൗണ്ടേ വരുന്നുള്ളൂ, മറ്റ് കാര്യങ്ങളൊന്നും വല്ല. ഓയിൽ ചേഞ്ചിങ് ആണ് ഇപ്പം 30,000 വന്നത്. 30,000 ആ ഓയിൽ ചേഞ്ചിങ് അടക്കം 100-600 രൂപയെ വന്നിട്ടുള്ളൂ. സാധാ ഒരു പെയ്ഡ് സർവീസ് ആണ് 20,000 ചെയ്തത്. അതങ്ങനെ 300 രൂപയിൽ താഴെ കണ്ടേ അതും വന്നിട്ടുള്ളൂ. ബാക്കി 10,000, 6,000, 3,000 ഫ്രീ ആയിട്ടാണ് സർവീസ് ചെയ്തത്. പിന്നെ എന്ത് സർവീസ്, നമ്മൾ എന്ത് കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് ശരിയാക്കാൻ പറ്റുന്ന അപ്പൊ തന്നെ ശരിയാക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത് ശരിയാക്കാൻ എന്തെങ്കിലും സ്പെയർ പാർട്സോ കാര്യങ്ങളോ ആവശ്യം വന്നു കഴിഞ്ഞാൽ അവർ ആ ടൈം പറയുന്നുണ്ട്. ആ സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ വണ്ടി ഏതായാലും കംപ്ലൈന്റ് ആയിട്ട് ഓടാൻ കഴിയാതെ ഇതുവരെ നിന്നു പോയിട്ടില്ല. അത് ഏറ്റവും വലിയ ആശ്വാസമാണ്. മുൻപ് അതല്ലായിരുന്നു സ്ഥിതി. അത് നമുക്ക് അറിയുന്നതാണ് പല കാര്യങ്ങൾ. അപ്പോ നിലവില് വണ്ടി സർവീസിന്റെ കാര്യത്തിൽ അത് എന്റെ ഒരു ഒപ്പീനിയൻ തന്നെയാണ്. ഈ ഇലക്ട്രിക് വണ്ടിയിലെ ഏറ്റവും കൂടുതൽ അടിപൊളി സർവീസ് നൽകുന്ന ഒരു കമ്പനി മോണ്ടർ തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഇനിയുള്ളത് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ന് വരെയുള്ള കാര്യങ്ങളാണ് ഞാനും പറയുന്നത്. അപ്പോൾ ഇപ്പൊ നിങ്ങൾ വണ്ടി രണ്ടാമത്തെ ആളാണ്, എന്തായാലും ടെൻഷൻ ഇല്ലാതെ. അതിന് ശേഷം ഒരുപാട് 500-ന്റെ മുകളിൽ വണ്ടികൾ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് നിലവിൽ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ ഒരു മഴക്കാലം കടന്നുപോയി, ഇപ്പൊ അടുത്ത മഴക്കാലം തുടങ്ങാനിരിക്കുന്നേ ഉള്ളൂ. ഞാൻ വണ്ടി എടുത്ത സമയത്ത് തന്നെ മഴയായിരുന്നു. മഴയുള്ള സമയത്താണ് വണ്ടി എടുത്തത്. പ്ലാറ്റ്ഫോമിൽ വെള്ളം മുങ്ങുന്ന രീതിയിൽ. പ്ലാറ്റ്ഫോമിൽ എന്ന് പറഞ്ഞാല് നിങ്ങൾ ഏകദേശം ഒന്ന് കാണിച്ചു തരാൻ പറ്റും? ഈ വെള്ളത്തിൽ ഇവിടെ വെള്ളം മുങ്ങുന്ന രീതിയിൽ ഞാൻ വണ്ടിയായിട്ട് പോയിട്ടുണ്ട്. മേത്തോട്ട് താഴത്തുനിന്ന് മറ്റേ കൊമ്മേരി വഴിയുള്ള റോഡുണ്ട്, അവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളമാണ്. അപ്പൊ ആ ഭാഗത്തൂടെ ഒരു രോഗിനിയായിട്ട് പോകേണ്ട ഒരു അവസ്ഥ വന്നു. സാഹചര്യം വന്നപ്പോ പോവല്ലാതെ രക്ഷയില്ല. രോഗിയാണ്, പ്രശ്നം വന്നിട്ടില്ല. അതെ, ഒരു പ്രശ്നവും വന്നിട്ടില്ല. ഒരു വർഷത്തോളം ആയി ചുരുക്കി പറഞ്ഞാല് ആ ഒരു പോക്ക് പോയിട്ട്. അതെ അതെ, അതുവരെ അങ്ങനത്തെ ഒരു വിഷയങ്ങളോ കാര്യങ്ങളൊന്നും ഇതുവരെ പ്രശ്നമൊന്നും വന്നിട്ടില്ല. വണ്ടിക്ക് വാറണ്ടി എത്ര നിങ്ങൾക്ക് വരുന്നത്? 1.5 ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ 5 വർഷം, ഏതാണ് ആദ്യമാവുക. എന്നെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും 1.5 ലക്ഷം കിലോമീറ്റർ ആയിരിക്കും ആദ്യമാവുക. അപ്പോൾ അല്ല, ഈ ലെവലിൽ ഏകദേശം ഒരു വർഷമായിട്ടുള്ളല്ലോ. പിന്നെ നിങ്ങൾ കുറെ ഓടാത്തൊരു സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം അതിൽ കൂടുതൽ ഓടട്ടെ, പെട്ടെന്ന് 1 ലക്ഷത്തിലേക്കൊക്കെ എത്തട്ടെ. അപ്പോൾ വണ്ടി കൂടുതൽ ഓടുമ്പോഴാണല്ലോ നമുക്ക് അതിനുള്ള ബെനിഫിറ്റും കാര്യങ്ങളും ഉണ്ടാവും ചെയ്യാം. തീർച്ചയായും. അപ്പോൾ ഇനിയിപ്പോൾ കൂടുതലൊന്നും ചോദിക്കാനൊന്നുമില്ല. അപ്പം പിന്നെ പല കാര്യങ്ങളും നമ്മളെ ചാനലല്ലേ, MS കാലിക്കറ്റ് അല്ലേ പറഞ്ഞത്? മിക്കവാറും ഈ മോണ്ടറിനെ പറ്റി മാത്രമല്ല, മറ്റുള്ള വണ്ടികളെ പറ്റിയുള്ള, ഇലക്ട്രിക് വണ്ടികളെ പറ്റിയുള്ള, 3 വീലേഴ്സിനെ പറ്റിയുള്ള ഒരു മിക്കവാറും കാര്യങ്ങൾ ആ വണ്ടിയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് അറിയണമെങ്കിൽ നിങ്ങളുടെ ചാനലിലേക്ക് വരട്ടെ, വന്ന് കൂടുതൽ കാര്യങ്ങൾ അവർക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇനിയിപ്പോൾ നമ്മൾ 50,000-ലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു റിവ്യൂ തരണം. അതുപോലെ നമുക്ക് 1 ലക്ഷത്തിലേക്കും പെട്ടെന്ന് എത്തട്ടെ. 1 ലക്ഷത്തില് കൃത്യമായിട്ട് നമുക്ക് ഒരു റിവ്യൂ ചെയ്യണം തന്നെയാണ് എന്റെ അഭിപ്രായം. കാരണം മറ്റുള്ള വണ്ടികളൊക്കെ 1 ലക്ഷം എത്തുമ്പോഴേക്കും മൈലേജ് ഷോട്ടും ഒരുപാട് ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരെ എത്തിയ ആളുകളെ നമുക്ക് പരിചയമുണ്ട്. അപ്പം കേരള സർക്കാരിന്റെ ഒരു നീംജി എന്ന് പറഞ്ഞ വണ്ടി എടുത്തിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിച്ച കുറെ ആളുകളുണ്ട്. അപ്പം അതേപോലെ ഒന്നും ആവാതിരിക്കട്ടെ. എങ്ങനെയാലും 1 ലക്ഷം ആവുന്നേരം എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് വീണ്ടും കണ്ടറിയാം. ഏതായാലും വെയിറ്റ് ചെയ്യാം. ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലേക്ക് കൂടി നിങ്ങൾ എന്തായാലും നല്ലതായാലും ദോഷമായാലും അറിയിക്കണം. പിന്നെ ഒരു ചെറിയൊരു ഡൗട്ട് കൂടി ഉണ്ടായിരുന്നു. ഇതിൽ ചില ആളുകൾ മോട്ടറിന്റെ പറയുന്നത് ഡോറിനൊരു കുലുക്കമായിരിക്കെ തോന്നലുണ്ടെന്നൊക്കെ പറഞ്ഞു. ഡോറിനൊരു സൗണ്ട്, അതൊരു ലോക്കിനൊരു പ്രശ്നമുണ്ട്. അപ്പൊ നമ്മളെ ഒരു സുഹൃത്ത് കാറിനെ പോലുള്ള ലോക്ക് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ ചാനലിൽ തന്നെ അതിന്റെ വീഡിയോ ഉണ്ട്. ഞാനിപ്പോ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റബ്ബർ ബുഷ്, ഇവിടെ കാണുന്ന ഈ റബ്ബർ ബുഷ് ഡോറിന്റെ മുകളിലായിരുന്നു. അപ്പൊ അത് അവിടുന്ന് കഴിച്ചിട്ട് ഇവിടേക്ക് എടുത്തതിന് ശേഷം അവിടെ സ്ക്രൂ ചെയ്യാനുള്ളത് അവിടുന്ന് ഈ സൈഡിലേക്ക് കൊടുത്തു. സൈഡിലേക്ക് കൊടുത്തപ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. ചെറിയൊരു പ്രശ്നങ്ങളായിട്ടാണ് ഇനി തുടക്കത്തിൽ ഉണ്ടായിരുന്നത് അല്ലെ? ചെറിയൊരു കുലുക്കമാതിരി. ഒന്നാമത് ശബ്ദമില്ലാത്ത വണ്ടി ആയതുകൊണ്ട് ചെറിയ കുലുക്കം പോലും നിലത്ത് വീണാ പോലും ആ സൗണ്ട് നമ്മൾ കേൾക്കും, അടുത്തറിയായിരുന്നു. അപ്പൊ ഞാൻ ഫസ്റ്റ് ഓടിയപ്പോ ഞങ്ങളോട് ചോദ്യം ചെയ്തേക്കണം വണ്ടി കയറിയപ്പോ ഒരു കുലുക്കം എന്താണെന്ന്. അപ്പൊ ഇപ്പൊ ഓക്കെ. അപ്പോൾ ഇനി കൂടുതലൊന്നും ചോദിക്കാനില്ല, ഇതന്നെയാണ്. അപ്പൊ ഇനി നമ്മൾ 50,000-ലേക്ക് 1 ലക്ഷത്തിലേക്ക് റിവ്യൂ നിങ്ങൾ തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും. എന്തായാലും അപ്പം കൂടുതൽ നിങ്ങളെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നിങ്ങളും ചാനലിൽ കൂടി പറയുക.
പിന്നെ ഇതിന്റെ ഫോർക്ക് പോവുക അങ്ങനത്തെ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ നിലവിൽ? ഫോർക്ക് പോവുക അങ്ങനത്തെ പ്രശ്നമല്ല. ഫോർക്കിന് ചെറിയൊരു ടൈറ്റ് ഉണ്ട്. മറ്റുള്ള വണ്ടി ഉപയോഗിച്ചതുകൊണ്ടാണോന്ന് അറിയില്ല, കുറച്ച് ടൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് മിക്കവാറും എല്ലാ ഡ്രൈവർമാരും ഫോർക്കിന് ചെറിയ ടൈറ്റ് ഉള്ളതായിട്ട് പറയുന്നുണ്ട്. ഇപ്പോഴും ആ പ്രശ്നം അല്ലെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെട്ടാണോ അല്ലെ മാറിയതാണോ? ഇല്ല, കമ്പനി അത് അപ്ഡേറ്റ് ചെയ്ത് തരാറുണ്ട്. എനിക്കൊന്നും വലിയ ടൈറ്റ് ഇല്ല, ചില ആളുകൾക്ക് കുറച്ചും കൂടി ടൈറ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഉള്ള കാര്യമുള്ള മാതിരി തന്നെ പറയുന്നു. അപ്പോ അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അതല്ലാതെ വേറെ അത് മാത്രമായിട്ടുള്ളൂ ഇപ്പൊ നിലവിൽ നമുക്ക്. അത് മാത്രമേ ഉള്ളൂ. പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം വണ്ടി ഓടാൻ പറ്റാതെ മുൻപ് എടുത്ത വണ്ടികൾ കിടന്ന സമയത്ത് ഇതൊന്നും നിസാര പ്രശ്നങ്ങളായിട്ടാണ് തോന്നുന്നത്. പിന്നെ നമ്മളെ ചാർജറിന്റെ കാര്യം അത് കമ്പനി പെട്ടെന്ന് 3 വർഷത്തിലേക്കോ 5 വർഷത്തിലേക്കോ ആക്കട്ടെ ആവെന്ന് വിചാരിക്കുക. കാരണം ഇതിപ്പോ ഒരു വർഷമായിട്ട് കംപ്ലൈന്റ് ഒന്നും വന്നില്ല. പക്ഷെ ഇനി ആദ്യം ഉപയോഗിച്ച വണ്ടിന്റെ ഒക്കെ അവസ്ഥ എന്താന്നുള്ളത് മറ്റുള്ള ഡ്രൈവർമാരോട് ചോദിച്ചാൽ തന്നെ അറിയാം. വളരെ കുറെ വീഡിയോകളും കാര്യങ്ങളൊക്കെ യൂട്യൂബ് കിടക്കുന്നുണ്ട്, അത് കണ്ടാലും അറിയാം. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടിലേക്ക് ഇതുവരെ വന്നിട്ടില്ല, വരാതിരിക്കട്ടെ. സലീംക, നമ്മളെ വീഡിയോ ഏതായാലും വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ പിന്നീട് നിങ്ങളോട് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അത് പറഞ്ഞു തരണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും എന്നോടും പറഞ്ഞു തന്നതിന് ഒത്തിരി നന്ദി. അപ്പം വീണ്ടും നമുക്ക് നമ്മുടെ ചാനലിൽ വരും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. പിന്നെ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ.